ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളാരും കാത്തിരുന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഫ്കാറ്റ് എൻട്രിയുടെ ആപ്ലിക്കേഷൻ നിലവിൽ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസരം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഒരു ഓഫീസർ ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിലൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ ഇനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള 2026 ജൂലൈ ബാച്ചിലേക്കുള്ള അഫ്കാറ്റ് എൻട്രിയുടെ നോട്ടിഫിക്കേഷനാണ് നിലവിൽ ഇന്ത്യൻ എയർഫോഴ്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ 3 ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഫ്ലൈയിങ് ബ്രാഞ്ച്, ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ തുടങ്ങിയ 3 ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിന് കീഴിൽ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ മെക്കാനിക്കൽ ബ്രാഞ്ചുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിന് കീഴിൽ വെപ്പൺ സിസ്റ്റം ബ്രാഞ്ച്, അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ച്, അക്കൗണ്ട്സ് ബ്രാഞ്ച്, ലോജിസ്റ്റിക്സ് ബ്രാഞ്ച്, മെട്രോളജി ബ്രാഞ്ച്, എഡ്യൂക്കേഷൻ ബ്രാഞ്ച് തുടങ്ങിയ ബ്രാഞ്ചുകൾ നോൺ ടെക്നിക്കലിൻ്റെ കീഴിലും വരുന്നുണ്ട്. ഇന്ന് നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 2/6/2025 മുതൽ 1/7/2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് പാർട്ട് അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം സാലറി നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് 56,100 രൂപ മുതലാണ് 1,77,500 രൂപ വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ്. കൂടാതെ മറ്റ് അലവൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. ഇനി അടുത്ത വേക്കൻസി നോക്കുകയാണെങ്കിൽ അഫ്കാറ്റ് എൻട്രി വഴി ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് ആകെ 3 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റിലേക്ക് 156 വേക്കൻസി, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിലേക്ക് 125 വേക്കൻസി. ഇങ്ങനെയാണ് ഓരോ ബ്രാഞ്ച് വൈസ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ NCC എൻട്രി വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ CDSE അതായത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ്റെ 10% വേക്കൻസിയും അഫ്കാറ്റ് എൻട്രിയുടെ 10% വേക്കൻസിയും NCC എൻട്രി വഴി ലഭിക്കുന്നതാണ്. ഇടുത്ത ഓരോ ബ്രാഞ്ചിലേക്കും അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ആദ്യം ഫ്ലൈയിങ് ബ്രാഞ്ച് നോക്കാം. 20 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 ജൂലൈ 2026 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 20 വയസ്സും അതുപോലെ തന്നെ 24 വയസ്സും കണക്കാക്കപ്പെടുക. 2 ജൂലൈ 2002 1 ജൂലൈ 2006 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അവർക്ക് 26 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അവർക്ക് അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 2000 1 ജൂലൈ 2006 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനിയടുത്ത ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 3 വർഷത്തെ ഡിഗ്രി ഏതൊരു വിഷയത്തിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിർബന്ധമായിട്ടും 60% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ BE BTech പഠിച്ച് പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 60% മാർക്ക് മിനിമം ഉണ്ടായിരുന്നാൽ മതി. കൂടാതെ 10ാം ക്ലാസ്സിലും അല്ലെങ്കിൽ +2 ലെവലിൽ മാത്സും അതുപോലെ തന്നെ ഫിസിക്സും പഠിച്ചിരിക്കേണ്ടതാണ്. 50% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 20 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 ജൂലൈ 2026 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 20 വയസ്സും അതുപോലെ തന്നെ 26 വയസ്സും കണക്കാക്കപ്പെടുക. അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 2000 1 ജൂലൈ 2006 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. അതിന് കൃത്യമായിട്ടുള്ള സബ്ജക്റ്റുകളും പറയുന്നുണ്ട്. ഇലക്ട്രോണിക്സിലേക്ക് സെപ്പറേറ്റ് സബ്ജക്റ്റുകളും അതുപോലെ തന്നെ മെക്കാനിക്കലിലേക്കും സെപ്പറേറ്റ് സബ്ജക്റ്റുകളാണ് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റിൽ 4 വർഷത്തെ ഗ്രാജുവേഷന് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും +2 മാത്സും അതുപോലെ തന്നെ ഫിസിക്സും പഠിച്ചിരിക്കേണ്ടതാണ്. 50% മാർക്ക് മിനിമം ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.
ഇനി അടുത്ത ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 20 വയസ്സിനും 26 വയസ്സിനും ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 ജൂലൈ 2026 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 20 വയസ്സും അതുപോലെ തന്നെ 26 വയസ്സും കണക്കാക്കപ്പെടുക. അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 2000-നും 1 ജൂലൈ 2006-നും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓരോ ബ്രാഞ്ച് വൈസ് നോക്കാം. വെപ്പൺ സിസ്റ്റം ബ്രാഞ്ചിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ +2 മാത്സ് അതുപോലെ തന്നെ ഫിസിക്സ് 50% മാർക്കോടുകൂടി പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ 3 വർഷത്തെ ഡിഗ്രി ഏതൊരു വിഷയത്തിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 60% മാർക്ക് മിനിമം ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ BE BTech 4 വർഷത്തെ BE BTech 60% മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ ഡിഗ്രിയും പാസ്സായിരിക്കേണ്ടതാണ്. 3 വർഷത്തെ ഡിഗ്രി 60% മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ ഗ്രാജുവേഷൻ 60% മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഡിഗ്രി കൃത്യമായിട്ടുള്ള സബ്ജക്റ്റുകൾ പറയുന്നുണ്ട്. BCom ഡിഗ്രി 3 വർഷത്തെ ആയിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ്, അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ്, അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ബിസിനസ് സ്റ്റഡീസ് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസോടുകൂടി പാസ്സായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ക്വാളിഫൈഡ് CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ CS അല്ലെങ്കിൽ CFA ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ BSc വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ലോജിസ്റ്റിക്സ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. ഏതൊരു വിഷയത്തിൽ ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 60% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ 50% മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ 50% മാർക്ക് പറയുന്നുണ്ട്. ആ ഒരു 50% മാർക്കോടുകൂടി പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത മെട്രോളജി ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ BSc വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സോട് കൂടി 60% മാർക്കിൽ പാസ്സായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ 4 വർഷത്തെ ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ 60% മാർക്കോട് കൂടി പാസ്സായിരിക്കേണ്ടതാണ്. അതിന് കൃത്യമായിട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണെങ്കിൽ മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും മിനിമം 162.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മെയിൽസിന് മിനിമം 157.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഫീമെയിൽസിന് മിനിമം 152 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ഇനി അടുത്ത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ പാസ്സാവുന്നവർക്ക് AFSBയുടെ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ പാസ്സാവുന്നവർക്ക് അടുത്ത സ്റ്റേജിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയ പ്രൊസീജിയറിലൂടെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കടന്നു പോകുന്നത്. ഇനി അടുത്ത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷയുടെ രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.careerindianairforce.cdsc.in അല്ലെങ്കിൽ www.afcat.cdsc.in ഈ ഒരു സൈറ്റ് വഴിയും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 1/7/2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 550 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ NCC സ്പെഷ്യൽ എൻട്രി വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും 550 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.